നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, അയ്യു ദുആഇ അസ്മഉ യാ റസൂലല്ലാഹ്? ഖാല ജൗഫുൽ ലൈലിൽ ആഖിർ വദുബറ സ്വലവാത്തിൽ മക്തൂബാത്ത്. ഇത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ആണ് ഇത് പറയുന്നത്. നബിയോട് ചോദിക്കപ്പെട്ടു, നബിയെ, ഏത് ദുആയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായത്? അതിന് അവിടുന്ന് നൽകിയ മറുപടി ജൗഫുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന സമയം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ധാരാളമായി നിങ്ങളിപ്പോ ഈ റമദാൻ മാസത്തിലെ എല്ലാ പ്രസംഗങ്ങളും കേട്ടുകഴിഞ്ഞു. അത്താഴ സമയത്ത് രാത്രിയുടെ ഉള്ളിലുള്ള പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ പുണ്യുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത്. പിന്നെ പറഞ്ഞത് വദുബറ സ്വലവാത്തിൽ മക്തൂബാത്ത്, ഫർളായ നിസ്കാരങ്ങളുടെ ശേഷം. അപ്പൊ നിസ്കാരത്തിന്റെ ശേഷം ദിക്റിനും ദുആക്കും ഏറ്റവും വലിയ പുണ്യുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇത് പ്രത്യേകം പറയാൻ കാരണം, നമസ്കാരത്തിന്റെ ശേഷം കൂട്ടപ്രാർത്ഥന ഇല്ല എന്നുള്ളത് നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട്. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നിസ്കാരത്തിന്റെ ശേഷം ഇമാമ സലാം വീട്ടിക്കഴിഞ്ഞതിന് ശേഷം കൂടി തിരിഞ്ഞിരിക്കുക, എന്നിട്ട് എല്ലാവരോടും പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ അൽഫാത്തിഹ, നമ്മുടെ നാട്ടിലൊക്കെ പല പള്ളികളിലും കാണാം അൽഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ, അപ്പൊ എല്ലാവരും മുഅവ്വദതൈൻ, അപ്പൊ എല്ലാവരും വേറെ ചൊല്ലി. അതാണ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അഫ്ദലുൽ ദിക്ർ ഒരു കൂട്ടമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതും കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമാം ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് അൽഹംദുലില്ലാഹ് അന്തയുവാഫിനെ മോഹിക്കാഫി മസീദാനുണ്ട്. ഇമാമിന് ശ്വാസം മുട്ടുമ്പോ മാത്രം ആമീൻ പറയുന്ന ഒരു ഏർപ്പാട്. അർത്ഥമൊന്നും ആർക്കും അറിയില്ല. മൂപ്പരിക്ക് എപ്പോഴാ ശ്വാസം മുട്ടിയത് അവിടെയുണ്ട് ആമീൻ പറയും. ചിലപ്പോൾ സ്റ്റോപ്പിലൊന്നും ആയിട്ടുണ്ടാവില്ല, അവിടെയുണ്ട് ആമീൻ പറയുന്ന സമ്പ്രദായം. ഇത് നിസ്കാരത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാക്കിയിട്ടില്ല എന്നാണ്. കൂട്ടപ്രാർത്ഥന അല്ല, കൂട്ടപ്രാർത്ഥന ഇല്ല എന്നല്ല, ഫർള് നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പ്രദായമാക്കിയിട്ടില്ലാത്തത് കൊണ്ട് അത് അനാചാരമാകുന്നു. ഇതാണ് വിഷയം. ഈ വിഷയം ജനങ്ങളുടെ മുമ്പാകെ പരിശുദ്ധമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുമ്പോൾ ചില ആളുകൾ, എതിർപക്ഷത്തിലുള്ള ചില ആളുകൾ, അവർ പറയും ജനങ്ങളോട്, കണ്ടോ വഹാബികളുടെ പ്രസംഗം കേൾക്കരുത്, അവരുടെ ഖുതുബക്ക് പോകരുത്, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കരുത്. എന്താ കാരണം? അവർ ദുആനെ എതിർക്കുന്ന കൂട്ടരാണ്, അവർക്ക് ദുആയില്ല. ദുആയില്ലാത്ത കൂട്ടരാണെങ്കിൽ പടച്ചോൻ തന്നെ പറഞ്ഞു, ഖുൽ മാ യഅബഉ ബികും റബ്ബീ ലൗലാ ദുആഉകും. നിങ്ങൾ ദ്വാർക്കൂലെങ്കിൽ അള്ളാഹ് നിങ്ങളെ പരിഗണിക്കൂല, അപ്പൊ വഹാബികളെ പരിഗണിക്കൂല എന്ന് അള്ളാഹ് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരിഗണിക്കപ്പെടാത്ത പാർട്ടിയിലേക്ക് പോകണ്ട. സാധാരണക്കാർ വിചാരിക്കും, ഇയാൾ പറഞ്ഞോടും കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് വിചാരിച്ചിട്ടിരിക്കും. നമ്മൾ എന്താ പറയുന്നത്? നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളും ദുആകളും സമയമുള്ളവൻ അനുഷ്ഠിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ്. എത്ര നേരം നിങ്ങൾ കേട്ട എന്താണ്? ഇതിന്റെ ശേഷമുള്ള ദിക്റിന് ദുആയും പുണ്യം പോരിശയാണ് പോയി കേട്ടത്. എന്നാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ഈ നിസ്കാരത്തിന്റെ ദുആ എല്ലാവരും നീ എഴുന്നേറ്റ് ഒറ്റ ഓട്ടം ഓടും. ഏതെങ്കിലും ഒരു മനുഷ്യന് ധൃതിണ്ടെങ്കിൽ പിന്നെ എഴുന്നേറ്റ് പോണ്ടേ? അത് ഏത് സംഘടനക്കാരനായാലും ചെയ്യില്ല, അത് മുജാഹിദായി എന്നുള്ളത് കൊണ്ടല്ല. പിന്നെ ഒരാൾക്ക് സമയമുണ്ടെങ്കിൽ അവൻ അവിടെ ഇരുന്ന് നിർവഹിക്കട്ടെ, നിർബന്ധമല്ല, സുന്നത്താണ്. ചെയ്താൽ അവന് എമ്പാടും പ്രതിഫലമുണ്ട്, കൂലിയുണ്ട്. അവ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ ഓരോരുത്തരും അവനവന്റെ പ്രശ്നം ഇരുന്ന് പറയേണ്ട സമയമാണ്. ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം ആർക്കറിയാതെ അങ്ങനെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കല്ല. എന്റെ കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവരും കൂടി അവിടെ കൂട്ടായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരാൾ പ്രാർത്ഥിച്ചിങ്ങനെ മറ്റേയാൾ ആമീൻ പറയലല്ല. അതിന് മറ്റു പല സമയങ്ങളും സമ്പ്രദായങ്ങളും ഉള്ളയിടത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചു, എല്ലാവരും ആമീൻ പറഞ്ഞു. നമ്മളത് നിർവഹിക്കുന്നു. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? കൂട്ടപ്രാർത്ഥന എന്നുള്ള തത്വത്തോടല്ല എതിർപ്പ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രസംഗം തീർന്ന അവസാനം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ആമീൻ പറയുന്നില്ലേ? അപ്പൊ കൂട്ടപ്രാർത്ഥന എന്നുള്ള തത്വത്തോടല്ല അവിടെ എതിർപ്പ്. നേരെ മറിച്ച് എന്താണ്? നിസ്കാരത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മഅ്മൂമീങ്ങളുടെ നേരെ തിരിഞ്ഞിരിക്കുകയും അവിടുന്ന് ഉറക്കെ ദുആ ചെയ്യുകയും അത് കേട്ട് മഅ്മൂമീങ്ങൾ ആമീൻ പറയുകയും ചെയ്ത ഒരു സമ്പ്രദായം പ്രവാചകന്റെയോ സഹാബാ കിറാമിന്റെയോ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് അനാചാരമാകുന്നു. ഇത്രേ നമ്മൾ പറയുന്നു. അപ്പൊ ചില ആൾക്കാർ എന്നിട്ട് എന്താണ് ചെയ്യാറുള്ളത്? നമസ്കാരത്തിന് ശേഷം ദുആനെ വരിക്കില്ല എന്ന് പറയാറുണ്ട്. ഓരോരുത്തരും അവനവന്റെ പ്രശ്നം ഇരുന്നുകൊണ്ട് പറയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊക്കെ 100,000 ആവശ്യങ്ങളുണ്ടാവും, എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ടാവും. ഒക്കെ നമ്മൾ അള്ളാഹിനോട് ഇരുന്നിട്ട് അവിടെ ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തരാക്കി പറയുന്ന സമ്പ്രദായമാണ് ഫർള് നിസ്കാരങ്ങളുടെ ശേഷം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബാ കിറാമും നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പിന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? ഇതിന് മറുപടി പറയാൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, നിസ്കാരത്തിന്റെ ശേഷം ദുആക്ക് പുണ്യുണ്ട് എന്നുള്ള ഹദീസും പറയും. എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു സമൂഹം ഇങ്ങനെ കൂട്ടമായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക പുണ്യുണ്ട് എന്നുള്ള ഹദീസ് രണ്ടും കൂടി ഇങ്ങോട്ട് ചേർത്ത് പറയും.
അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിലെ ഒരു കാര്യം സ്ഥിരപ്പെടുകയില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം മാത്രം മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ ശരിയാക്കിയിട്ടില്ലാത്തടത്ത് നമ്മളിങ്ങനെ യുക്തി കൂടെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റൂല എന്നുള്ളതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഫർദ് നമസ്കാരങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്, അല്ലേ? അതിൽ യാതൊരു സംശയവുമില്ല. ഫർളായ നിസ്കാരം 27 ഇരട്ടി കൂലിയാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിർവഹിച്ചാൽ. പള്ളി കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം സുന്നത്തുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരാൾ പള്ളി കയറിയിട്ട് കുറെ ആൾക്കാർ ഒപ്പാട് പള്ളി കയറി, നമ്മളൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നിച്ചാണ് കയറിയായിരിക്കും. നിങ്ങൾ എന്നോട് പറയണം, ആ നിൽക്കി നിങ്ങൾ 27 ഇരട്ടി കൂലിയല്ല, തഹിയ്യത്ത് ഇരിക്കാം, നമുക്ക് എല്ലാവരും ഒപ്പല്ല വന്ന്, ഏതായാലും നിങ്ങൾ ഇമാമയ്ക്ക് 27 ഇരട്ടി കൂലിയാണല്ലോ, ഞങ്ങളൊക്കെ ബാക്കിൽ തഹിയ്യത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റി എന്തായി, നിങ്ങൾക്ക് എന്ന് ഓരോരുത്തർക്കും എന്താ പറയുള്ളത്? 27 ഇരട്ടി കൂലിയുള്ളൊരു കാര്യം എന്തിനാ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുവോ? എന്നാ അതേ ചോദ്യമാണ് ഇവിടെ ചില ആൾക്കാർ ചോദിക്കുന്നത്. നിസ്കാരത്തിന്റെ ദുആക്ക് ഏറ്റവും പുണ്യല്ലേ? ഉണ്ട്, അത് അവിടെയാണ്. കൂട്ടമായി പ്രാർത്ഥിച്ച സന്ദർഭങ്ങളില്ലേ? ഉണ്ട്, അത് വേറെ സന്ദർഭങ്ങളാണ്. ഇവിടെ എന്തുകൊണ്ടോ ചെയ്യുന്നില്ല? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു തന്നിട്ടില്ല. അപ്പൊ 27 ഇരട്ടി പുണ്യുണ്ട് വിചാരിച്ചിട്ട് തഹിയ്യത്തുകാരൻ നമ്മളാരും ജമാഅത്തായിട്ട് നിർവഹിക്കാറില്ല. എന്തേ കാരണം? നബി അത് അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്തതായിട്ടാണ് കാണിച്ചു തന്നത്. അതേപോലെ ഫർള് നിസ്കാരങ്ങളുടെ ശേഷമല്ലാത്ത പല സമയങ്ങളിലും നബി കൂട്ടമായി പ്രാർത്ഥിച്ച മുഅ്മിനീങ്ങൾ സ്വഹാബത്ത് ആമീൻ പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും ഇതുമായിട്ട് യോജിപ്പിച്ചിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കാരത്തിന്റെ ശേഷം ഒരിക്കലെങ്കിലും തിരിഞ്ഞിരുന്ന് ഉറക്കെ പ്രാർത്ഥിച്ച് മുഅ്മിനീങ്ങൾ ആമീൻ പറഞ്ഞതായിട്ട് ഒരൊറ്റ ഹദീസിലും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥനയില്ല എന്ന് നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കാറുണ്ടായിരുന്നത് തന്നെ നബി ഇങ്ങനെ തിരിഞ്ഞിരുന്നു എന്ന് പറഞ്ഞല്ലോ. നബിയുടെ ശരി എന്തായിരുന്നു? സലാം വെട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ തിരിഞ്ഞിരിക്കും, ചിലപ്പോൾ വെറും വലത്തോട്ട് തിരിഞ്ഞിരിക്കും, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളിലേക്ക് തന്നെ ഒന്നിച്ചിങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ചിലപ്പോൾ നബി അവിടെ നീച്ചു പോകും. അപ്പൊ ഈ തിരിഞ്ഞിരുന്നപ്പോ അത് കൂട്ടമായിട്ട് പ്രാർത്ഥിക്കാനായിരിക്കാമല്ലോ എന്നൊരു വ്യാഖ്യാനം കൊണ്ടുവരേണ്ടതില്ല. കാരണം ഈ തിരിഞ്ഞിരുന്നു എന്ന് പറയുന്നിടത്തൊക്കെ ബുഖാരിയിലെ ഷറഹിൽ ഫത്ഹുൽ ബാരിയിലും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും നബി തിരിഞ്ഞിരുന്നത് ഒരുപക്ഷെ 2 കാരണങ്ങളാലായേക്കാം. ഒന്ന്, നബി സ്വഹാബത്തിന് എന്തെങ്കിലും ഉപദേശിക്കാണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ സമയം ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പോ എന്തെങ്കിലും ക്ലാസ് എടുത്ത് തീർക്കാൻ വേണ്ടി തിരിഞ്ഞിരിക്കും. അതല്ലെങ്കിൽ വരുന്ന ആളുകൾ തെറ്റിദ്ധരിക്കരുത്, ഇപ്പോഴും നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് വിചാരിക്കാതിരിക്കാനാണ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്, നിസ്കാരം കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ഈ രണ്ടാലൊരു വ്യാഖ്യാനാണ് ഇവരൊക്കെ പറഞ്ഞു കാണുന്നത്. അതല്ലാതെ ദുആ ചെയ്യാൻ വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇങ്ങനെയേ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യലാണ് നല്ലത്, മറ്റുള്ളത് അനാചാരമാകുന്നു എന്നർത്ഥം. പിന്നെ എന്തെന്നെ തെളിവ് കണ്ടാലും ചില ആൾക്കാർക്ക് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ കഴിഞ്ഞ് ഉടനെ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഉറക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതൊരു ദുആയാകൂല എന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ നമുക്ക് യാതൊരു നിർവാഹമില്ല, പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇത്രയേ ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ എന്നർത്ഥം. അതിൽ തന്നെയും വേറൊരു വിഷയം കൂടെ മനസ്സിലാക്കാൻ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ ഖാമൻ നിസാഉ ഹീന യഖ്ലി തസ്ലീമഹു വഹുവ യംകുസു ഫീ മഖാമിഹി യസീറൻ ഖബ്ല അൻ യഖൂമ ഖാലത് മുറാ വല്ലാഹു അലം അന്ന ദാലിക കാന ലികൈ യൻസരിഫ നിസാഉ ഖബ്ല അൻ യുദ്രികഹുന്ന റിജാൽ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉമ്മു സലമ ബീവി പറയുന്നു, നബി സലാം വീട്ടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ ആദ്യം എഴുന്നേൽക്കും. നബി സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ പെണ്ണുങ്ങൾ ആദ്യം എഴുന്നേൽക്കും. അപ്പോ നബി യംകുസു ഫീ മഖാമിഹി യസീറൻ ഖബ്ല അൻ യഖൂമ, നബി അവിടെ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ആ സഹാബ സ്ത്രീ തന്നെ പറയുന്നു, ഞാൻ വിചാരിക്കുന്നത് എന്തിനാ നബി ആ കുറച്ചു സമയം ഇരുന്നതെന്നറിയോ? ലിക്കൈ യൻസരിഫ നിസാഉ, ബാക്കിലുള്ള പെണ്ണുങ്ങളൊക്കെ എന്നാൽ പിരിഞ്ഞു പോയിക്കോട്ടെ. ഖബ്ല അൻ യുദ്രികഹുന്ന റിജാൽ, വഴിക്ക് വെച്ച് പുരുഷന്മാർ അവരുമായി കൂടിക്കല്ലാതിരിക്കാൻ. ഉണ്ടോ? സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ പെണ്ണുങ്ങൾ നീറ്റു, അവരാദ്യം പോയി അവരെ വീടുകളിലേക്ക് എത്തും. എന്നിട്ട് ആണുങ്ങൾ എഴുന്നേൽക്കാറുള്ളൂ. അത്രയും സമയം നബിയും ആണുങ്ങളും അവിടെ ഇരിക്കും. അപ്പൊ എന്തിനാണത്? വഴികളിൽ വെച്ച് പോലും ഈ നിസ്കരിക്കാമെന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് എന്നർത്ഥം. അത് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. അതിന്റെ ഇന്ന് തൊട്ട വരിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസോട് മനസ്സിലാക്കാം, അന്യപുരുഷന്മാര് ജമാഅത്തിന് പങ്കെടുക്കുന്ന പള്ളികളിൽ സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഒരു വെടിക്ക് 2 പക്ഷിയായി എന്നർത്ഥം. നമ്മൾ ഈ വിഷയം മുമ്പ് ചർച്ച ചെയ്തു പോയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതായത് നബിയോടൊപ്പം നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തുകൾക്ക് സ്ത്രീകൾ അന്യപുരുഷന്മാരോടൊപ്പം ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളികളിൽ വരാറുണ്ടായിരുന്നു എന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണെന്ന് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനിയും അതേപോലെ തന്നെ പല മുഹദ്ദിസീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അവിടെയും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാര ശേഷം ഇത്തിരി നേരെ ഇരുന്നതും എന്തിനാണ്? കൂട്ടപ്രാർത്ഥനയ്ക്ക് വേണ്ടി ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആ പുണ്യം നഷ്ടപ്പെടുത്തൂലല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ നിസ്കാരം എല്ലാം വിട്ട് അവർ വേഗം പോകും, പിന്നെയാണ് ആണുങ്ങൾ പോവുക. അത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് വഴികളിൽ വെച്ച് പോലും സ്ത്രീകൾ അങ്ങനെ ഇടകലരേണ്ടതില്ല, ഇടകലരുത് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം എന്ന് ആ ഹദീസ് നിവേദനം ചെയ്യുന്ന ഉമ്മു സൽമാ ബീവി പറഞ്ഞതായിട്ട് നമുക്ക്